എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങി ഗായ്സ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയോ, അല്ലെങ്കിൽ നിൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ, നിൻ്റെ ചാനലിലെ നിൻ്റെ വീഡിയോസിൽ ഈ ആഡ്സ് ഒക്കെ കാണുന്നുണ്ട്, അപ്പോൾ ഈ ആഡ്സിനൊക്കെ ക്യാഷ് കിട്ടുമോ, ആഡ്സിനൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് റൈറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള മണ്ടൻ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സ് വരാറുണ്ട്. അപ്പോൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് യൂട്യൂബ് വെറുതെ അങ്ങോട്ട് ക്യാഷ് തരില്ല അല്ലേ. നമ്മളൊരു വീഡിയോ ഇട്ടുന്നോ, 2 വീഡിയോ ഇട്ടുന്നോ, ഇനിയിപ്പോൾ 100-150 വീഡിയോ ഇട്ടാലും അതിനൊക്കെ ഒരു എന്താ പറയുക ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, എനിക്ക് ഈ വരുമാനത്തിനേക്കാളും എനിക്ക് വന്ന ഒരു മാറ്റത്തെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. കാരണം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ വെറുതെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിരുന്ന ഒരാളായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് ന്യൂസ് കാണാറില്ലായിരുന്നു, അല്ലെങ്കിൽ എന്താണ് പുറത്ത് നടക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ എനിക്ക് വിഷയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, യൂട്യൂബിൽ വിഷയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ, ന്യൂസ് കാണും, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നോക്കും, കൂടുതൽ ആളുകൾ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കും. ഇങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അതിൽ എൻ്റെ ഒരു ജനറൽ നോളജിൽ ജനറൽ നോളജ് എന്ന് പറയാൻ പറ്റില്ല, ഇവൻ ഈ പൊതുവായ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ചുകൂടെ ബോധമുള്ള ഒരാളായി. ഞാൻ സാധാരണ ഒരു വർഷം കടന്നിട്ട് ഒരു 3 മാസം, ഒരു മാർച്ച് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ വരെയൊക്കെ ഞാൻ അതിൻ്റെ മുന്നത്തെ വർഷത്തെ ഡേറ്റ് വരെ എഴുതും. 2025 ഏപ്രിൽ വരെയൊക്കെ 2024 എഴുതി പോകും. അത്രയും ബോധമില്ലാതെ എന്തിനാ ജീവിക്കുന്നേ അറിയാതെ ഒരു താളത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ജീവിക്കുക. എൻ്റെ വർക്ക് ചെയ്യും, ആ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്, ആ വർക്ക് തന്നെ ഇങ്ങനെ പിന്നെ റിപ്പീറ്റ് ഇങ്ങനെ ചെയ്യുക, ക്ലിനിക്ക് പോവുക, മെഡിസിൻ കൊടുക്കുക, അങ്ങനെ ഒരു ജീവിതം, ഒരു വല്ലാത്തൊരു ജീവിതമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. തീരെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പം ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഒരു കാര്യം ഇടുമ്പോൾ ശരിക്കും പഠിക്കണമല്ലേ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ ഇട്ട് ട്രോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവതരിപ്പിക്കാറ്. എന്ന് കരുതി വലിയ വലിയ വീഡിയോസൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിഷയത്തിലോട്ട് വരാം. വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറുന്നു ഗൈസ്. അപ്പോൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്നിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പോൾ 4000 വാച്ച് അവർ തികയ്ക്കണം. 4000 വാച്ച് അവർ തികയ്ക്കാൻ സിമ്പിൾ പരിപാടിയല്ല. നമുക്ക് വേണ്ടി, ഓ മൈ ഗോഡ്, വീഡിയോസ് എടുക്കുമ്പോൾ ഇതുപോലത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ. നമുക്ക് വേണ്ടി 4000 വാച്ച് അവർ, പബ്ലിക് വാച്ച് അവർ കിട്ടണം. നമ്മൾ തന്നെ നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ ഫോണിലോ റിപ്പീറ്റ് കണ്ട് 4000 മണിക്കൂറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. യൂട്യൂബിന് അതൊക്കെ കണ്ടെത്താൻ കഴിയും. ഇപ്പം നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോസ് ഇടുമ്പോൾ തന്നെ യൂട്യൂബ് എന്ത് ചെയ്യും, അതിൻ്റെ താഴെ അത് എഴുതി കാണിക്കുന്നത് കണ്ടില്ല, അത്രയും അപ്ഡേറ്റ് ആണ്. നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പോലും യൂട്യൂബിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ എന്നെ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടൊക്കെ ആക്കുമ്പോൾ അതൊക്കെ സ്പാമായിട്ട് കൂട്ടും. ഇങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പല ഈ ടെക്കികളെ ചാനലിൻ്റെ താഴെയൊക്കെ കാണാം, പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻറ്റുകളും നമ്മൾ കാണും അല്ലേ. എന്താണെന്ന് വെച്ചാൽ, ഞാനും തുടക്കത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1000 സബ്സ്ക്രിപ്ഷൻ കൂട്ടണം, 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഈ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ അല്ലേ, സെലിബ്രിറ്റികളുടെ ചാനലിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രിപ്ഷനൊക്കെ കൂടും. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ കൂട്ടുക പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഈ ടെക്കികളൊക്കെ ഇങ്ങനത്തെ ഈ യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് കാണാം. അപ്പം ഇങ്ങനെ ഒരുമിച്ച് മുന്നേറാൻ പറഞ്ഞ് സബ് ഒരാൾക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല.
പക്ഷേ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ കൂട്ടുമ്പോൾ നമ്മളെ വ്യൂസ് അതേപോലെ വാച്ച് അവറൊക്കെ കുറേ കാരണമാകും. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ വീഡിയോസ് ആർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുക, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കുക. അവരത് കാണുന്നില്ലെങ്കിൽ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്സ്ക്രിപ്ഷൻ കൂടാൻ വേണ്ടിയിട്ട് മറ്റൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തവരാണല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, അവരത് കാണില്ല. അവരെ ഇഷ്ടപ്പെട്ട വിഷയം അതായിക്കോണം എന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വ്യൂസും വാച്ചവറൊക്കെ കുറയും, നമ്മളെ ചാനലിന് തകരാൻ കാരണം. അപ്പോൾ ഇങ്ങനെ സബ് കൊടുക്കാതെ കുറച്ച് സമയം എടുത്ത് റിസ്ക് എടുത്ത് സ്വയം ഇഷ്ടപ്പെട്ട ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മളെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് യൂട്യൂബ് ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് ഈ പാണക്കാട്ടെ കുറിച്ചിട്ട്. പാണക്കാട്ട് ഞാൻ പോയപ്പോൾ എടുത്തൊരു വീഡിയോ. അത് ഞാനിപ്പോൾ എന്താ പറയുക, അതിൽ ഞാനൊരു പാട്ട് വെച്ചു, പാണക്കാടിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് വെച്ചു. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ്സ് കിട്ടി. ആ പാട്ട് അവരുതായുണ്ട്. പക്ഷേ ഞാൻ അത് അതിന് മാറ്റിയൊക്കെ ചെയ്തു ശരിയാക്കി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് പോകുന്നുണ്ട്. എങ്കിലും ഞാൻ ആ വീഡിയോ, ആ ഒരു പാട്ടില്ലാതെ എനിക്ക് ആ വീഡിയോ അത്ര മനോഹരമായി തോന്നാത്തത് കൊണ്ട് ഞാൻ അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ചിലർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പോകും, അതോടുകൂടി മോണിറ്റൈസേഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഓരോ യൂട്യൂബേഴ്സും നിങ്ങളിലോട്ട് വീഡിയോസ് ഇടുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, 2-3 കട്ടായി. തൊട്ടപ്പുറത്ത് വീട്ടിൽ മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം ഇങ്ങനെ വരും. അവർ നിർത്തുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് വെറുതെ ക്യാഷ് കിട്ടാമെന്നൊന്നും വിചാരിക്കരുത്. യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് നമ്മളൊരു യൂട്യൂബർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും. മറ്റുള്ളവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. അതുപോലെ നമ്മൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. ബേസിക്കലി പറയുകയാണെങ്കിൽ നല്ലതായിട്ട് പറയും, ചിലത് ചീത്തയായിട്ട് പറയും. ഈ ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കാത്ത ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഒരുപാട് കുഞ്ഞു മാറ്റങ്ങൾ എനിക്കും വന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് മനസ്സിലാവും. എൻ്റെ ഡ്രസ്സിങ്ങിലാണെങ്കിലും അങ്ങനെ ഒരുപാട് കുഞ്ഞു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.